സ്പൈസി ട്രക്കിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ മൂകാംബിക വ്ളോഗിന്റെ 4-ാം ദിവസമാണ്. ആദ്യ 3 ദിവസത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. ഇന്ന് നമ്മൾ പുതിയൊരു സാഹസിക യാത്ര തുടങ്ങുകയാണ്. മൂകാംബികയിലെ ശാന്തമായ അന്തരീക്ഷത്തിൽ നിന്ന് അതിമനോഹരമായ തീരപ്രദേശമായ മുരുഡേശ്വറിലേക്ക് പോകുന്നു. രാവിലെ ഏകദേശം 9 മണിക്ക് ഹോട്ടലിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ യാത്ര ആരംഭിച്ചു. യാത്രയ്ക്കായി ഹോട്ടൽ ടാക്സി ബുക്ക് ചെയ്തിരുന്നു. മൂകാംബികയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട് മുരുഡേശ്വറിലേക്ക്. ഏകദേശം 1.5 മണിക്കൂർ യാത്രാ ദൂരമാണിത്. റോഡുകൾ വളരെ നല്ലതായിരുന്നു, അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്കുകൾ ഉണ്ടായില്ല. യാത്രയുടെ ആദ്യ പകുതിയിൽ പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ കാടുകളിലൂടെയാണ് കടന്നുപോയത്. ചുറ്റും മരങ്ങളും നല്ല തണുത്ത കാട്ടും. ഏകദേശം അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം 9:30 ആയപ്പോഴേക്കും ഞങ്ങൾ പ്രധാന ഹൈവേയിലെത്തി. നാഷണൽ ഹൈവേ 66ന്റെ ഭാഗമാണ് ഈ റോഡ്. കർണാടകയിലെ തീരപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ ഹൈവേ വളരെ മികച്ചതാണ്. മുരുഡേശ്വറിലേക്ക് അടുക്കുമ്പോൾ കാഴ്ചകൾ കൂടുതൽ മനോഹരമായി. അറബിക്കടലിന്റെ നീലനിറം ദൂരെ കാണാം. പിന്നെ നമ്മളത് കണ്ടത് ശരിക്കും അമ്പരപ്പിക്കുന്നൊരു കാഴ്ച. ശിവന്റെ ഭീമാകാരമായ പ്രതിമ കടലിന്റെ പശ്ചാത്തലത്തിൽ തലയുയർത്തി നിൽക്കുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചുപോയി. നീലക്കടലും സ്വർണ്ണ നിറമുള്ള മണൽത്തീരവും തലയുയർത്തി നിൽക്കുന്ന ശിവഭഗവാനും ചേർന്നുള്ള കാഴ്ച ഏതൊരാളെയും അത്ഭുതപ്പെടുത്തും. പത്തേകാലിനോടെ ഞങ്ങൾ അമ്പലത്തിനടുത്തെത്തി. അവിടുത്തെ കാഴ്ച അതിമനോഹരമായിരുന്നു. ക്ഷേത്രവും കടൽത്തീരവും തമ്മിലുള്ള ബന്ധം വളരെ ആകർഷകമാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. 20 നിലകളുള്ള രാജഗോപുരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരങ്ങളിൽ ഒന്നാണ്. ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഒരു പ്രാദേശിക വ്യവസായിയായ RN ഷെട്ടിയാണ് പുതുക്കിപ്പണിതത്. കണ്ടുക മലയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആത്മാലിംഗത്തിന്റെ ഭാഗമായ ശ്രീ മൃദേശലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പണമടച്ചുള്ള സൗകര്യമുണ്ട്. ക്ഷേത്രം രാവിലെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയും തുറന്നിരിക്കും. രുദ്രാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, ചന്ദനാഭിഷേകം തുടങ്ങിയ പൂജകൾ ഇവിടെ നടക്കാറുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളിലും എന്നപോലെ മാന്യമായ വസ്ത്രധാരണവും അച്ചടക്കവും ഇവിടെയും നിർബന്ധമാണ്. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ ശിവന്റെ പ്രതിമ കാണാൻ പോയി. പ്രതിമയിലേക്ക് പോകാനുള്ള വഴികാട്ടിയെന്ന ബോർഡുകൾ ഞങ്ങൾ പിന്തുടർന്നു. അവിടെ എത്താൻ കുറച്ച് പടികൾ കയറേണ്ടതുണ്ട്. 123 അടി ഉയരമുള്ള ഈ പ്രതിമ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശിവപ്രതിമയാണ്. വെറും 2 വർഷം കൊണ്ടാണ് ഇത് നിർമ്മിച്ചത്. ധ്യാനിക്കുന്ന രൂപത്തിലുള്ള ശിവന്റെ ഈ പ്രതിമ അതിശക്തമാണൊരു കാഴ്ചയാണ്. സൂര്യരശ്മികൾ നേരിട്ട് പ്രതിമയിൽ പതിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചില അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ ഭംഗിക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല. പ്രതിമയുടെ ചുറ്റും രാവണൻ, ഗണപതി തുടങ്ങിയ പുരാണ കഥാപാത്രങ്ങളുടെ ചെറിയ പ്രതിമകളും കാണാം. ഇവിടെ നിന്ന് നോക്കിയാൽ കടലിൻ്റെയും തീരത്തിൻ്റെയും കാഴ്ച മനോഹരമാണ്. അടുത്തതായി ഞങ്ങൾ ഭൂഖൈലാസ കേവ് മ്യൂസിയം കാണാൻ പോയി. ടിക്കറ്റ് നിരക്ക് വളരെ കുറവായിരുന്നു. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ്. ഈ ഗുഹാ മ്യൂസിയം മുരുഡേശ്വർ ക്ഷേത്രത്തിൻ്റെയും പ്രതിമയുടെയും കഥ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അകത്ത് മനോഹരമായ ശില്പങ്ങളുണ്ട്. രാവണന്റെയും ആത്മാലിംഗത്തിൻ്റെയും ഗണപതിയുടെയും കഥ ഓഡിയോ രൂപത്തിൽ വിവരിക്കുന്നുണ്ട്. പ്രതിമകൾ വളരെ മനോഹരമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്.
ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. രാവണൻ ശിവനിൽ നിന്ന് ആത്മാലിംഗം നേടിയെടുക്കുന്നു. എന്നാൽ അത് താഴെ വെക്കരുതെന്നായിരുന്നു ശിവന്റെ നിബന്ധനം. രാവണൻ ഈ ലിംഗം ഉപയോഗിച്ച് ശക്തി നേടുമെന്ന് ഭയന്ന നാരദമുനി ഗണപതിയുടെ സഹായം തേടി. ഗണപതി ഒരു ബ്രാഹ്മണ കുട്ടിയുടെ രൂപത്തിൽ വന്ന് രാവണനെ കബളിപ്പിച്ച് ആത്മാലിംഗം താഴെ വെപ്പിച്ചു. കോപാകുലനായ രാവണൻ ആത്മാലിംഗം വലിച്ചെറിയുകയും അതിന്റെ ഒരു ഭാഗം കണ്ടുകമലയിൽ വീഴുകയും ചെയ്തു. അങ്ങനെയാണ് മുരുഡേശ്വർ ക്ഷേത്രം ഉണ്ടായതെന്നാണ് ഐതിഹ്യം. മുരുഡേശ്വർ ക്ഷേത്ര സമുച്ചയം ഭക്തിയുടെയും ചരിത്രത്തിന്റെയും പ്രകൃതി സൗന്ദര്യത്തിന്റെയും ഒരു സംഗമ ഭൂമിയാണ്. കടൽ തിരമാലകളുടെ ശബ്ദം കേട്ട് ആത്മീയമായ ഊർജ്ജം അനുഭവിച്ചറിയാൻ പറ്റുന്നൊരിടം. കടലിന്റെ പശ്ചാത്തലത്തിലുള്ള ശിവന്റെ പ്രതിമയുടെ കാഴ്ച എന്നെ ഒരിക്കലും മറക്കാത്തൊരു ഓർമ്മയാക്കി മാറ്റി. ഈ അത്ഭുതകരമായ അനുഭവത്തിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് തിരിച്ചു. സംപ്രേ ശ്രീഗണപതി ക്ഷേത്രം. ഇത് കൊല്ലൂർ മൂകാംബികയ്ക്ക് സമീപം പുണ്യനദിയായ സൗപർണികയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ നദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. പരുന്തായ സുബർണൻ ഇവിടെ തപസ്സനുഷ്ഠിച്ചുവെന്നാണ് വിശ്വാസം. 64 ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ ഈ നദിക്ക് ലഭിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രം വളരെ ശാന്തവും സമാധാനപരവുമാണ്. ഇതോടെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചിരിക്കുന്നു. നാളെ രാവിലെ, അതായത് 5-ാം ദിവസം 11:22 കുന്താപുരയിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിൻ കയറി രാത്രി 9:59 ഞങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും. അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് മറ്റൊരു ട്രെയിൻ കയറി പിറ്റേന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. സത്യം പറഞ്ഞാൽ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ ഈ യാത്ര 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം. രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറിയാൽ രാവിലെ മൂകാംബികയിലെത്തും. അന്ന് തന്നെ മൂകാംബിക ക്ഷേത്രവും കൊടച്ചാതിരിയും സന്ദർശിക്കാം. അടുത്ത ദിവസം മുരുഡേശ്വരും മറ്റു സ്ഥലങ്ങളും കണ്ട് അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി തിരികെ ട്രെയിൻ കയറിയാൽ പിറ്റേന്ന് രാവിലെ തിരുവനന്തപുരത്ത് തിരിച്ചെത്താം. ഞങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാത്തതുകൊണ്ടും മാതാപിതാക്കൾ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടും ഓരോ സ്ഥലത്തും കൂടുതൽ സമയം ചെലവഴിച്ചു. എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഞങ്ങളുടെ യാത്ര വളരെ ഭംഗിയായി പൂർത്തിയാക്കി. ഈ മനോഹരമായ സ്ഥലങ്ങളിലേക്ക് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലുള്ള യാത്രാനുഭവങ്ങൾക്കായി സ്പൈസി ട്രിക്സ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. അതുവരെ യാത്രകൾ തുടരുക.